വെൽക്കം ടു എ ന്യൂ സെഷൻ ഓഫ് എം അക്കാഡമിയ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് GSM ആണ്, ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റാൻഡേർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഷുവർ ക്വസ്റ്റ്യനാണ്, എപ്പോഴും എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ 7 മാർക്സിനോ 9 മാർക്സിനൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് GSM അതിൻ്റെ ആർക്കിടെക്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് അതിൻ്റെ ആർക്കിടെക്ചറാണ് ആക്ച്വലി നോക്കുന്നത്. അപ്പോൾ GSM എന്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുന്നത്. അതായത് ഇനീഷ്യലി നമ്മൾ പല സ്റ്റാൻഡേർഡ്സും കേട്ടിട്ടുണ്ട്. ഇപ്പോൾ 5G, 6G, 1G, 2G അല്ലേ. അപ്പോൾ ഇനീഷ്യലി തുടങ്ങുന്നത് 1G സ്റ്റാൻഡേർഡാണ്, ഫസ്റ്റ് ജനറേഷനാണ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ മൊബൈൽ മീൻസ് ടെലിഫോൺ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന അനലോഗ് മെത്തേഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. അനലോഗ് മോഡുലേഷനായിരുന്നു. അപ്പോൾ അനലോഗ് മെത്തേഡ് അത് ആ സമയത്ത് നമുക്ക് ഈ ഫോൺ എന്ന ടെലിഫോൺ എന്ന കൺസെപ്റ്റിനകത്ത് നമുക്ക് കോൾ ചെയ്യുക എന്ന കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതായത് ടെലി സർവീസസ് മാത്രമേ ഉള്ളൂ, നമുക്ക് കോൾസ് ചെയ്യാം, അത് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അതിൽ നിന്ന് പിന്നീടാണ് 2G എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്, സെക്കൻഡ് ജനറേഷൻ കൺസെപ്റ്റ് വരണേ. അപ്പോൾ 2G സ്റ്റാൻഡേർഡിൽ നമുക്ക് ടെലി സർവീസസിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡാറ്റയും കൂടെ എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. അതാണ് 2Gയിൽ വന്ന വ്യത്യാസം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ 2Gയിൽ വന്ന ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുന്നത്. അപ്പോൾ 1Gയിൽ നമുക്ക് കോൾ മാത്രം ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ 2Gയിലോട്ട് വന്നപ്പോൾ നമുക്ക് SMS, ഡാറ്റ അലോങ് വിത്ത് നമ്മളെന്ത് കോളിങ്ങിൻ്റെ കൂടെ തന്നെ ഇത്രയും അഡീഷണൽ അഡ്വാൻറ്റേജ് ഫീച്ചേഴ്സ് വന്നതാണ് 2G ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് നമ്മൾ പറയുന്നതാണ് GSM എന്ന് പറയുന്നത്. അപ്പോൾ 2G കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുന്നത്. ഇതൊരു യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്. ഏകദേശം 1990s ഇത് ഡെവലപ്പ് ചെയ്യണം. ഇനീഷ്യൽ സ്റ്റേജ് 1990ലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും യൂണിവേഴ്സലി അല്ലെങ്കിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള എല്ലായിടത്തും ഉള്ള ഒരു കോമൺ സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം GSM എന്ന് പറയുന്നത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ്. 2Gയുടെ അണ്ടറിലാണ് പറയുന്നത്. വോയിസ് സർവീസസിൻ്റെ കൂടെ തന്നെ ഡാറ്റയും അല്ലെങ്കിൽ SMS ഒക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. 1Gയിൽ അനലോഗ് മോഡുലേഷൻ ആണെങ്കിൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ GSMനെ പറ്റിയിട്ട് ഓർത്തിരിക്കണം. യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, ഡിജിറ്റൽ സെല്ലുലാർ ടെക്നോളജിയാണ് യൂസ് ചെയ്യണത്. 1990s ഇതിൻ്റെ ഇനീഷ്യലി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് വരണത്. പിന്നെ 2Gയുടെ അണ്ടറിലാണ് ഇത്. അതുപോലെ തന്നെ ഫസ്റ്റ് യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് GSM എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ GSM ഓഫർ ചെയ്യുന്ന സർവീസസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിൻലി 3 സർവീസസ് ആണ് GSM ഓഫർ ചെയ്യണത്. ടെലി സർവീസസ് എന്ന് പറയും. ടെലി സർവീസസ് നമുക്ക് കോൾ ചെയ്യാനുള്ള പ്രൊവിഷനൊക്കെ തരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ടെലി സർവീസസ്. മൊബൈൽ ട്രാഫിക്കാണ് ശരിക്കും. പിന്നെ ഡാറ്റ സർവീസസ് എന്ന് പറയും. ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഈ കോളിങ്ങിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള പോസിബിലിറ്റീസും ഉണ്ട്. ഇത് കൂടാണ്ട് വരാണ് സപ്ലിമെൻ്ററി ഒത്തിരി സർവീസസ് ഉണ്ട്. ഇപ്പോൾ SMS, നമ്മളിപ്പോൾ ഇത്ര ബൾക്ക് SMS അയക്കുന്നത്, അല്ലെങ്കിൽ SMS-ൻ്റെ കൂടെ തന്നെ വോയിസ് അയക്കണത്, ഓഡിയോ, അങ്ങനെ വരുന്നതൊക്കെ എന്താണ് സപ്ലിമെൻ്ററി. ഇത് കൂടാണ്ട് ഇപ്പോൾ ഒരു കോള് ഹോൾഡ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് അതൊന്നും ഇനീഷ്യലി ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സപ്ലിമെൻ്ററി സർവീസസും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാറ്റ സർവീസ്, ടെലി സർവീസ്, സപ്ലിമെൻ്ററി സർവീസസ്, ഇങ്ങനെയുള്ള 3 സർവീസസാണ് GSM നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി GSMൻ്റെ ഇത്രയും പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് GSMൻ്റെ ആർക്കിടെക്ചർ നോക്കാം. അപ്പോൾ ആർക്കിടെക്ചർ നമ്മൾ 3 യൂണിറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് മൊബൈൽ സ്റ്റേഷനാണ്. അതിനുള്ളിൽ വരുന്നത് സിമ്മും മൊബൈൽ എക്യുപ്മെൻറ്റും. നമ്മൾ കാണുന്ന നമ്മുടെ ആ ഹാർഡ്വെയർ ആണ് മൊബൈൽ എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കാർഡാണ് സിം എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റമാണ് രണ്ടാമത്തെ സബ്സിസ്റ്റം. അപ്പം അതിൽ വരുന്നത് BTS, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഷൻ ഉണ്ട്. കുറേ BTSനെ കൺട്രോൾ ചെയ്യുന്ന ഒരു BSC ഉണ്ടാവും, ബേസ് സ്റ്റേഷൻ കൺട്രോൾ. അതിന് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ടാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിൽ വരുന്നത്. അതിനുശേഷം വരുന്നത് MSC ആണ്, അതായത് നെറ്റ്വർക്ക് സബ്സിസ്റ്റമാണ്. നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് MSC ആണ്, മൊബൈൽ സ്വിച്ചിങ് സെൻറ്റർ. അതിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഡാറ്റാബേസ് കൊടുത്തിട്ടുണ്ട്. ഹോം ലൊക്കേഷൻ രജിസ്റ്റർ, വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ, എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ, ഒതൻറ്റിക്കേഷൻ സെൻറ്റർ. 4 ഡാറ്റാബേസസ് ആണ് ഇതിനകത്തുള്ള. ഇതിൻ്റെ അണ്ടറിൽ വരുന്ന, ഈ MSCയുടെ അണ്ടറിൽ വരുന്ന എല്ലാ യൂസേഴ്സിൻ്റെയും ഡീറ്റെയിൽസ്, ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യുന്നതാണ് ഈ രജിസ്റ്റേഴ്സിനകത്ത്.
ഓക്കെ. ഇനി MSc വഴിയാണ് നമ്മൾ പുറത്തോട്ടുള്ള PSTN. PSTN എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക്. നമ്മൾ മൊബൈൽ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ കൂടെ തന്നെ നമുക്ക് ലാൻഡ് ലൈൻ കമ്മ്യൂണിക്കേഷൻസും പോസിബിൾ ആണ്. അതാണ് പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്കിലോട്ടും കണക്ഷൻസ് പോകുന്നത് MSc വഴിയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വിളിക്കണം മൊബൈൽ ടു മൊബൈൽ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. മൊബൈൽ ടു നമ്മളെങ്ങോട്ടേക്ക് വിളിക്കും, മൊബൈൽ ടു ലാൻഡ് ലൈനിലോട്ടൊക്കെ വിളിക്കും. അപ്പോൾ അത് ഇനീഷ്യേറ്റ് ചെയ്യണത് MSc എന്നാണ്. PSTN ആ ഒരു നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്താണ് PSTN ആണ് നമ്മുടെ പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്ക്, ലാൻഡ് ലൈനിൻ്റെ കണക്ഷൻ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്, ഇത്രയും ബോക്സസ് ആണ് ആക്ച്വലി ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് ഉള്ളത്. 3 സബ് സിസ്റ്റംസ് ഓർത്തിരിക്കുക: മൊബൈൽ സ്റ്റേഷൻ, ബേസ് സ്റ്റേഷൻ കൺട്രോളർ, നെറ്റ്വർക്ക് സബ് സിസ്റ്റം. ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ ഓരോന്നിൻ്റെ നമ്മൾ ആ മൊബൈൽ എക്യുപ്മെൻറ്റ് ME എന്താണെന്നുള്ളതൊക്കെ പഠിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇനി ഓരോന്നിൻ്റെ യൂസേഴ്സ് ജസ്റ്റ് ഒന്ന് പറയാം. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഹാർഡ്വെയറും അലോങ് വിത്ത് ദാറ്റ് സിം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് മൊബൈൽ സ്റ്റേഷൻ എന്ന് പറയുന്നത്. യൂസറിൻ്റെ കയ്യിലുള്ള ഹാൻഡ് ഹെൽഡ് ഡിവൈസും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മൊബൈൽ സ്റ്റേഷനകത്ത് വരുന്നത്. ഓക്കെ. ഇനി ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊബൈലും നമ്മുടെ MSCയും ആയിട്ടുള്ള മെയിൻ നെറ്റ്വർക്ക് സബ്സിസ്റ്റം ആയിട്ടുള്ള റേഡിയോ കണക്ഷൻസ് ഒക്കെ, അതായത് റേഡിയോ ലിങ്കുകളൊക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റംസ് എന്ന് പറയുന്നത്. അത് ഇവരുടെ ഡാറ്റ റേഡിയോ സർവീസസ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. അവരുടെ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണതും കോൾ ഇനീഷ്യേറ്റ് ചെയ്യണം, കോൾ സെറ്റപ്പ് ചെയ്യണതും അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെയാണ് ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് കൺട്രോൾസ് ദ റേഡിയോ ലിങ്ക് വിത്ത് ദ മൊബൈൽ സ്റ്റേഷൻ. ഇനി അടുത്തത് NSS എന്ന് പറയും. NSS എന്ന് പറഞ്ഞത് MSCയും VLR-ഉം HLR-ഉം EIR-ഉം ഒതന്റിക്കേഷൻ സെൻറ്ററൊക്കെ ഉള്ളത്. ഇവർ നമുക്ക് മൊബൈലുകൾ തമ്മിൽ കോളുകൾ സ്വിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ബില്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു യൂണിറ്റാണ് നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുന്നത്. അതുപോലെ ഒത്തിരി ഡാറ്റാ ബേസസ് ഇവരുടെ ഇൻഫർമേഷൻസ്, ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യണ സ്ഥലവും നെറ്റ്വർക്ക് സബ് സിസ്റ്റത്തിനകത്താണ്. അപ്പോൾ മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ, ഹാൻഡ് ഹെൽഡ് ഡിവൈസ്, സിം. ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം എന്ന് പറയുന്നത് ഇവർ റേഡിയോ ലിങ്ക് കൺട്രോൾ ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റം ആണ്. നെറ്റ്വർക്ക് സബ് സിസ്റ്റം എന്ന് പറയുന്നത് അതിൻ്റെ ബില്ലിംഗ് ഇൻഫർമേഷൻസും ആസ് വെൽ ആസ് അതിൻ്റെ സ്വിച്ചിങ്, ഇപ്പോൾ PSTN-ലോട്ട് സ്വിച്ച് ചെയ്യണോ, അല്ലെങ്കിൽ നമ്മുടെ MSCയുടെ അണ്ടറിൽ തന്നെയാണോ, അല്ലെങ്കിൽ വേറെ MSCയിലോട്ട് സ്വിച്ച് ചെയ്യണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യണത് നെറ്റ്വർക്ക് സബ് സിസ്റ്റം ആണ്. ഓക്കെ. പിന്നെ നമുക്ക് ഓരോ സബ് സിസ്റ്റംസും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊരു 5-6 പ്രാവശ്യം നമ്മൾ വരച്ച് നോക്കണം. വരച്ച് ഓരോ ബോക്സും അതിൻ്റെ ഇപ്പോൾ AUC എന്താണ്, ഒതന്റിക്കേഷൻ സെൻറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഒരു യൂണിറ്റിന് ഇപ്പോൾ മൊബൈൽ സ്റ്റേഷനിൽ നിന്ന് ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റത്തിലോട്ട് അവർ ഉപയോഗിക്കുന്ന ഓരോ സ്റ്റാൻഡേർഡ് ഇൻ്റർഫേസിന് ഇവർ തമ്മിൽ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടി ഓരോ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് UM എന്നാണ്. BTS to BS ഇൻ്റർഫേസ്, ABIS ഇൻ്റർഫേസ് എന്നാണ് പറയണത്. ബേസ് സ്റ്റേഷൻ സബ് സിസ്റ്റത്തിൽ നിന്ന് നെറ്റ്വർക്ക് സബ് സിസ്റ്റത്തിലോട്ട് അവർ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്, ആ ഇൻ്റർഫേസിന് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിൻ്റെ പേര് A ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി ഏതൊക്കെ സ്റ്റാൻഡേർഡുകളാണ് നമ്മൾ എവിടേക്കാണ് യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ആദ്യത്തേതിലേക്ക് പോവാം. മൊബൈൽ സ്റ്റേഷൻ അല്ലേ. മൊബൈൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ സിസ്റ്റമാണ്. അതിനകത്ത് വരുന്നത് 2 കാര്യങ്ങളാണ്. മൊബൈൽ എക്യുപ്മെൻറ്റും ഉണ്ടാവും, സിമ്മും ഉണ്ടാവും. സിമ്മ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്നാണ് നമ്മളതിനെ പറയണത്. ഓക്കെ. മൊബൈൽ എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആ മൊബൈൽ അല്ലേ, ആ പോർട്ടബിൾ ആയിട്ടുള്ള ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഡിവൈസിനെയാണ് നമ്മൾ പറയുന്നത്. ഈ മൊബൈലിന് ആക്ച്വലി ഒരു മൊബൈൽ ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ടാവും. അതായത് ഇൻ്റർനാഷണൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി, ഇൻ്റർനാഷണൽ മൊബൈൽ എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി നമ്പർ എന്നാണ് നമ്മളതിനെ പറയണത്. നമ്മുടെ ഫോണൊക്കെ ലോസ്റ്റ് ആകുമ്പോൾ ശരിക്കും അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പറാണ് ഈ IMEI നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതിൽ കൂടെയാണ് നമ്മുടെ ഫോണിൽ കൂടെയാണ് നമുക്ക് ഫോണിൽ ഒരു ആൻറ്റിന ഉണ്ട്, അതുവഴിയാണ് ഡാറ്റയും വോയിസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. ഓക്കെ. ഇനി രണ്ടാമത് തന്നെ യൂണിറ്റാണ് അതിനകത്ത് വരുന്നതാണ് സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. ഞാൻ ആദ്യം ഒരു 3 യൂണിറ്റ്സ് പറഞ്ഞു, സബ് സിസ്റ്റംസ് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സബ് സിസ്റ്റമാണ് മൊബൈൽ സബ് സിസ്റ്റം. അതിനകത്ത് മൊബൈൽ സ്റ്റേഷനകത്ത് വരുന്ന മൊബൈൽ എക്യുപ്മെൻറ്റും സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ എന്ന് പറയുന്നത് അതിനകത്ത് ആക്ച്വലി ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു കാർഡാണ്, സിം കാർഡ് അല്ലേ. ആ കാർഡ് എന്ന് പറയുന്നതിനകത്ത് അതിനൊരു ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ട്. അപ്പോൾ 2 ഐഡൻറ്റിറ്റി നമ്പേഴ്സിനകത്തുണ്ട്. ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി നമ്പർ ഉണ്ട്.
IMSI നമ്പർ എന്നാണ് നമ്മളതിനെ പറയുന്നത്. ഈ സിം ഇട്ടാൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനും ഒരു പാസ്വേഡ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ സിമ്മിന് ഒരു സീക്രട്ട് പാസ്വേഡ് ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഈ സിമ്മിന് ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലോട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാനായിട്ട് നമുക്ക് പോസിബിൾ ആണ്. ആ സിമ്മിനകത്താണ് ആ ഫോണിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് മൊത്തം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതായത് ആ സിമ്മ് ഓരോ ഇൻഫർമേഷൻ സബ്സ്ക്രൈബറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്യുന്നത് സിമ്മിലാണ്. ഓക്കെ, സിമ്മ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ യൂസറിന് അത് ഓതറൈസ്ഡ് ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ നെറ്റ്വർക്കിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പോയിന്റ്സ് ഓർത്തിരിക്കണം. മൊബൈൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡ് ഹെൽഡ് ഡിവൈസാണ്, ഹാർഡ്വെയർ ഡിവൈസാണ്. അതിനൊരു IMEI നമ്പറുണ്ട്. അതിനകത്ത് ട്രാൻസ്മിറ്റിംഗ് റിസീവിങ് ആൻറ്റിനാസ് വെച്ചിട്ടാണ് നമ്മൾ വോയിസിനും ഡാറ്റനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യണത്. പിന്നെ രണ്ടാമത്തത് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂളാണ്, സിമ്മാണ്. അതിനും ഒരു IMSI നമ്പറുണ്ട്, ഇതിനൊരു പിന്നുണ്ട്, സീക്രട്ട് പിന്നുണ്ട്. അതുപോലെ തന്നെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡാറ്റ ഈ സിം ഉണ്ടെങ്കിൽ മാത്രമാണ്, അതാണ് ശരിക്കും മൊബൈലിനെ ആക്ടിവേറ്റ് ചെയ്യണേ. സിം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കോൾസ് റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ സബ്സിസ്റ്റം ആണ്, ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിനകത്ത് 2 പാർട്സ് ഉണ്ട്, ബേസ് ട്രാൻസീവർ സ്റ്റേഷനും ബേസ് സ്റ്റേഷൻ കൺട്രോളറും. ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ബേസ് സ്റ്റേഷൻ നമ്മൾ ഒരു ചെറിയൊരു മൊബൈൽ കമ്മ്യൂണിക്കേഷന് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം നല്ലതാണ്. അതായത് ശരിക്കും ഈ മൊബൈൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ എന്നും കൂടെ പറയും. അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഒരു ലൊക്കാലിറ്റിയിൽ കുറേ മൊബൈൽ യൂസേഴ്സ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഒരു അടുത്ത ലൊക്കാലിറ്റിയിലും കുറേ മൊബൈൽ യൂസേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഏരിയയിലുള്ളവർക്കൊക്കെ നമുക്ക് അവരുടെ സിഗ്നൽസ് കോൾസ് ഇനിഷ്യേറ്റ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർക്കൊരു ആൻറ്റിന കൊടുക്കും. ഓക്കെ, ഒരു ഏരിയയ്ക്ക്, അതുപോലെ വേറൊരു ഏരിയയ്ക്കും വേറൊരു ആൻറ്റിന ഉണ്ടാവും. അപ്പോൾ ഓരോ ഏരിയയിലും ഓരോ ടവർ ഉണ്ടാവും. അതിന് വിളിക്കുന്ന പേരാണ് BTS എന്ന് പറഞ്ഞാൽ, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. അത് ആ ഒരു ഏരിയയിൽ മാത്രം എന്ത് ചെയ്യത്തുള്ളൂ, കൺട്രോൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ കുറേ ഏരിയയിലെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് ബേസ് സ്റ്റേഷൻ കൺട്രോളർ എന്ന് പറയുന്നത്, അതായത് BSC എന്ന് പറയുന്നത്. ഓക്കെ, BSC. ഓക്കെ, ബേസ് സ്റ്റേഷൻ കൺട്രോളറും BTS-ഉം. ആക്ച്വലി ഇത് ഈ ഏരിയ ജോഗ്രഫിക്കൽ ഏരിയ നമ്മൾ എടുക്കുമ്പോൾ സർക്കിൾ ഷേപ്പിലൊന്നും അല്ല ഏരിയ കൺസിഡർ ചെയ്യുന്ന, ഹെക്സഗണൽ സെൽസ് ആയിട്ടാണ്. അത്രയും ഇൻട്രായിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല, ഇത്ര ഓർത്താൽ മതി. അപ്പോൾ ഇവിടെ കുറേ ഫോൺ യൂസേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവർക്ക് എല്ലാവരും ആദ്യം ഇവരുടെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നത് BTS-ലോട്ടാണ്, പിന്നെ BSC, പിന്നെയാണ് നമ്മൾ എങ്ങോട്ട് പോകണത്, MSC-ലോട്ട് പോകണത്. ഓക്കെ, അപ്പോൾ ബേസ് ട്രാൻസീവർ സ്റ്റേഷനും ഉണ്ട്, ബേസ് സ്റ്റേഷൻ കൺട്രോളറും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ബേസ് ട്രാൻസീവർ സ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിനെയും BSC-നെയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നത് ബേസ് ട്രാൻസീവർ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ അതിനകത്താണ് ആക്ച്വലി നമ്മുടെ റേഡിയോ ഇൻ്റർഫേസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. മൊബൈലും BSC-യും തമ്മിലുള്ള റേഡിയോ ഇൻ്റർഫേസ്, ട്രാൻസ്മിഷൻ റിസീവർ ആ ലിങ്കൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ബേസ് ട്രാൻസീവർ സ്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ്റെ അവിടെയാണ് ശരിക്കും എന്താണ് എൻകോഡിങ്, എൻക്രിപ്റ്റ്, അതൊരു ആൻറ്റിന തന്നെയാണ് കേട്ടോ. ഏറ്റവും വലിയൊരു ആൻറ്റിനയാണ് ബേസ് ട്രാൻസ്ഫർ. അവിടെ എൻകോഡിങ്ങും എൻക്രിപ്റ്റിങ്ങും മൾട്ടിപ്ലക്സിങ്ങും, കാരണം പല യൂസേഴ്സും പല സമയത്തും BTS-നെ ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൾട്ടിപ്ലക്സിങ് ആക്ഷൻസ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യണത് അവിടെയൊക്കെ എല്ലാം നടക്കുന്നത് അവിടെ ആയിരിക്കും, BTS-നകത്താണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻലി മൊബൈൽ സ്റ്റേഷനെ BSC ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള റേഡിയോ ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്, BTS ആണ്. BTS അതായത് മൊബൈൽ ഉണ്ട്, നമ്മളിവിടെ കണ്ടു മൊബൈൽ സ്റ്റേഷൻ ഉണ്ട്. ഈ മൊബൈൽ സ്റ്റേഷനും ഇവിടെ കാണി മൊബൈൽ സ്റ്റേഷനും BSC-യും തമ്മിലുള്ള റേഡിയോ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാൻ ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ആളാണ് എന്ത്, BTS എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ. ഓക്കെ, ഇനി ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ് ആക്ച്വലി ഓരോരുത്തരും ഒരു കോൾ ഇനീഷ്യേറ്റ് ചെയ്തു, കുറേ പേര് കോൾ ചെയ്യുമായിരിക്കും. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി ഫ്രീക്വൻസി റേഞ്ചുകളുണ്ട്. പലരും പല ഫ്രീക്വൻസി ആയിരിക്കും പലർക്ക് അലോട്ട് ചെയ്യണത്, കാരണം അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് വരും. അപ്പോൾ അവർക്ക് ഫ്രീക്വൻസി അസൈൻ ചെയ്യണതും ടൈം സ്ലോട്ടൊക്കെ കൊടുക്കണതും ആരാണ്, BSC ആണ്. ഓക്കെ, അപ്പോൾ കോൾ സെറ്റപ്പ്, കോളിന് ഇനീഷ്യേറ്റ് ചെയ്യണതും കോള് ചില സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യേണ്ടി വരും, കോൾ ഹാൻഡ് ഓഫ് ചെയ്യേണ്ടി വരും. അതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാണ്, ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. അപ്പോൾ ഈ ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ് ആക്ച്വലി BTS-നെയും MSC-നെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്നത് ആരാണ്, BSC ആണ്, ബേസ് സ്റ്റേഷൻ കൺട്രോളറാണ്. അതായത് ഈ BTS-നെയും MSC-നെയും കണക്ട് ചെയ്യുന്ന ആളാണ് BSC. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഓഫ്,
കോൾ സെറ്റപ്പ് ഇനിഷ്യേറ്റ് ചെയ്യണത്, ഇത് ഫ്രീക്വൻസി അസൈൻ ചെയ്യണതൊക്കെ ആരാണ്? BSc ആണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞു. അതായത് നമ്മൾ ഓരോ സെല്ലിനും ഇപ്പോൾ ഇവിടെ BTS ഉണ്ട്, ഇവിടെ കുറേ മൊബൈൽ ഫോൺസ് ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും കോൾ ചെയ്യണമെങ്കിൽ ഓരോ ഫ്രീക്വൻസി റേഞ്ച് കൊടുക്കും. ആ ഫ്രീക്വൻസി റേഞ്ച് കൊടുക്കുന്ന ആളാരാണ്? BSc. ഓക്കെ, അപ്പോൾ അടുത്തടുത്ത് നിന്ന് കോൾ ചെയ്യുന്നവർക്ക് ഒരിക്കലും സെയിം ഫ്രീക്വൻസി റേഞ്ച് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇൻറർഫറൻസ് വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ മൂവിങ് ആണ്, മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായാലും മൂവിങ് ആയിരിക്കും. ഇപ്പോൾ അയാൾ മൂവ് ചെയ്ത് അടുത്ത സെല്ലിലോട്ട് പോയി. അപ്പോൾ ആക്ച്വലി ഇയാൾ ഏത് BTSന്റെ അണ്ടറിലാണ് ഇനി വരേണ്ടത്? ഈ BTSന്റെ അണ്ടറിലാണ് വരണം അടുത്ത സെല്ലിലോട്ട് പോകുമ്പോൾ. ഇവിടുന്ന് മാറണം. പക്ഷേ ഇപ്പോൾ അയാളൊരു ഫോൺ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണമെങ്കിൽ അയാളുടെ കോൾ ഒരിക്കലും കട്ടാകാൻ പാടില്ല. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ കോൾ കട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? ആരും അറിയാണ്ട്, ഈ യൂസർ അറിയാണ്ട് തന്നെ ഈ BTS അവരുടെ സിഗ്നൽ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ഇതിൻ്റെ അണ്ടറിലേക്ക് മാറ്റും. അതാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ആ പ്രോസസ്സൊക്കെ കൺട്രോൾ ചെയ്യണത് ആരാണ്? BSc ആണ്. അതാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഹാൻഡ് ഓഫ് അല്ലെങ്കിൽ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് BSc ഫ്രീക്വൻസി അലോട്ട് ചെയ്യും, ടൈം സ്ലോട്ട്സ് അലോട്ട് ചെയ്യും, കോൾ സെറ്റപ്പ് ഇനീഷ്യേറ്റ് ചെയ്യും, ഹാൻഡ് ഓഫ് കൺട്രോൾ ചെയ്യും. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് ബിറ്റ്വീൻ MSc ആൻഡ് BTS. ഇത്രയും കാര്യങ്ങളാണ് BSc ചെയ്യണത്. ഓക്കെ, പോയിന്റ്സ് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള ബേസ് സ്റ്റേഷൻ സബ്സിസ്റ്റത്തിനകത്ത്. പിന്നെ വരുന്നത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ചെയ്യണത് അതിനകത്ത് നമുക്ക് ശരിക്കും കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിനകത്ത് കോളുകൾ തമ്മിൽ സ്വിച്ച് ചെയ്യാം, സ്വിച്ചിങ് ഓഫ് കോൾസ് ബിറ്റ്വീൻ മൊബൈൽ യൂസേഴ്സ് തമ്മിലുള്ള കോൾസ് സ്വിച്ചിങ് ഇത് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലാൻഡ് ലൈനിലോട്ട് കോൾ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ മൊബൈൽ ടു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല നമ്മൾ ചെയ്യണം. മൊബൈൽ ടു ലാൻഡ് ലൈൻ ചെയ്യണമെങ്കിൽ PSTN ആയിട്ട്, പബ്ലിക് സ്വിച്ചിങ് ടെലിഫോൺ നെറ്റ്വർക്കായിട്ട് കണക്ഷൻ തരണതൊക്കെ ഈ നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം ആണ്. അപ്പോൾ കോളിനെ കൺട്രോൾ ചെയ്യണത്, അതിൻ്റെ സർവീസസ് കൺട്രോൾ ചെയ്യണത്, റോമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സബ്സിസ്റ്റമാണ് നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും 2 ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഡാറ്റാബേസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ആ ഡാറ്റാബേസ് രജിസ്റ്റേഴ്സ് ആണ് ഹോം ലൊക്കേഷൻ, വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ, ഒതന്റിക്കേഷൻ സെന്റർ, എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. അത് കൂടാണ്ട് ഹാർഡ് കോർ ആയിട്ടുള്ള കമ്പോണന്റ് ആണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ എന്ന് പറയുന്നത്. അപ്പോൾ കുറേ ഡാറ്റാബേസസും ഉണ്ട്, അലോങ് വിത്ത് ദാറ്റ് ഒരു മൊബൈൽ സ്വിച്ചിങ് സെന്ററും ഉണ്ട് ഈ NSSനകത്ത്, നെറ്റ്വർക്ക് സ്വിച്ചിങ് സബ്സിസ്റ്റത്തിനകത്ത്. ഓക്കെ, അപ്പം ഇതിനകത്ത് മൊബൈൽ സ്വിച്ചിങ് സെന്റർ ഏറ്റവും ഹാർട്ട് ഓഫ് ദ നെറ്റ്വർക്കാണ് മൊബൈൽ സ്വിച്ചിങ് സെന്റർ. അത് കമ്മ്യൂണിക്കേഷന് ഇപ്പോൾ പല നെറ്റ്വർക്ക് തമ്മിൽ, പല BSCs തമ്മിൽ കണക്ട് ചെയ്യണതൊക്കെ ആരാണ്? മൊബൈൽ സ്വിച്ചിങ് സെന്റർ വഴിയാണ്. അതുപോലെ ബില്ലിങ്ങിൻ്റെ ഇൻഫർമേഷൻസ്, അത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണത് ആരായിരിക്കും? മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. അതുപോലെ തന്നെ ഇവരുടെ മൊബിലിറ്റി, അതായത് ഇപ്പോൾ ഒരു MScയുടെ അണ്ടറിൽ നിന്ന് മാറി വേറൊരു MScയുടെ അണ്ടറിലോട്ട് പോവുക, റോമിങ് വരിക, അങ്ങനെയുള്ള കൺസെപ്റ്റ്സ് ഒക്കെ മാനേജ് ചെയ്യണത് MSc ആണ്. ഓക്കെ, പിന്നെ അവർ ഓരോ സമയത്തും ഇപ്പോൾ നമ്മുടെ ഫോൺ ഓരോ സമയത്തും നമ്മുടെ ലൊക്കേഷനൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് രജിസ്റ്ററിൽ, അതായത് HLRലും VLRലൊക്കെ. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള വിത്ത് ഹെൽപ്പ് ഓഫ് എന്താണ്? മൊബൈൽ സ്വിച്ചിങ് സെന്റർ വെച്ചിട്ടാണ് നമ്മൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ MSc ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കോൾ എങ്ങനെയാണ് ഇനീഷ്യേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നോക്കി മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു മിനിറ്റ്, ഇപ്പം നമുക്ക് ഒരു യൂസർ ഉണ്ട്. ഇപ്പോൾ ഇത് BSc ആണ്, ഈ BScയുടെ അണ്ടറിൽ ഒരു BTS ഉണ്ട്, ഇവിടെ ഒരു മൊബൈൽ എക്യുപ്മെന്റ് ഉണ്ട്. അപ്പോൾ ഈ മൊബൈലിൽ നിന്ന് ഈ മൊബൈലിലോട്ടാണ് എനിക്ക് കോൾ ചെയ്യണമെങ്കിൽ ആദ്യം BTSൽ വരും ആ ഇൻഫർമേഷൻ, BScയിൽ വരും, പിന്നെ MSc വരും. അപ്പോൾ MSc ചെക്ക് ചെയ്യും നമ്മൾ കോൾ ചെയ്യുന്ന ആള് ഏത് BScയുടെ അണ്ടറിലാണെന്ന് ആദ്യം ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നോക്കുമ്പോൾ ഈ BScയുടെ അണ്ടറിലാണ്. അങ്ങനെയാണെങ്കിൽ അത് അങ്ങോട്ടേക്ക് ഹാൻഡ് ഓഫ് ചെയ്യും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് BATS സെലക്ട് ചെയ്യും. എന്നിട്ടാണ് ഈ മൊബൈലിലോട്ട് കോൾ പോണത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യണത് ആരാണ്? MSc ആണ്. ആക്ച്വലി അതൊക്കെ കോളിനെ കൺട്രോൾ ചെയ്യണത് ആരാണ്? MSc ആണ്. കോളിൻ്റെ ഫ്ലോ എങ്ങോട്ടേക്കാണ് കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെ. ഓക്കെ, അപ്പം ഇത്രയാണ് MScയിൽ ഓർക്കേണ്ടത്. ഹാർട്ട് ഓഫ് ദ നെറ്റ്വർക്ക് ആണ്. ബില്ലിംഗ് ഇൻഫർമേഷൻസ്, മൊബിലിറ്റി മാനേജ്മെന്റ്, ലൊക്കേഷൻ അപ്ഡേറ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണത് MSc ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഓരോ ഡാറ്റാബേസസും ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുമ്പോഴേക്കും അതായത് നമ്മളൊരു BTS കണ്ടു, ഒരു BTSനുള്ളിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള എല്ലാ യൂസേഴ്സും ഉണ്ട്. അവരുടെ എല്ലാ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആ MScയുടെ അണ്ടറിലുള്ള നമ്മൾ കുറേ നേരം നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ആണ്, നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. MSc. അപ്പോൾ ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരുടെയും എപ്പോഴുമായിട്ടുള്ള ആൾക്കാരുടെ മൊത്തം ഹോം ലൊക്കേഷനിലെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്.
ആ MSCയുടെ അണ്ടറിൽ പെർമനൻ്റ് ആയിട്ട് എപ്പോഴും ഉള്ള ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും, അവർ ആരെയൊക്കെ കോൾ ചെയ്യുന്നു, അവരെങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നു, അവിടെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ ആ ഡാറ്റാബേസിനകത്താണ് അവരുടെ പ്രീപെയ്ഡ് കണക്ഷനാണ്, പോസ്റ്റ് പെയ്ഡ് കണക്ഷനാണ്, റോമിംഗ് റെസ്ട്രിക്ഷൻസ്, അവരുടെ SMS സർവീസസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിരിക്കണം. ഒരു ആ MSCയുടെ അണ്ടറിൽ തന്നെ ഒരാളുടെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ഒരു സബ്സ്ക്രൈബർ, ആ MSCയുടെ അണ്ടറിൽ വരുന്ന ഒരു സബ്സ്ക്രൈബറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യുന്നതാണ് ഹോം ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിസിറ്റർ ലൊക്കേഷൻ രജിസ്റ്റർ ആണ്. ഇപ്പോൾ ഈ MSCയുടെ അണ്ടറിലോട്ട് ഇതുപോലെ ഒത്തിരി MSCs ഉണ്ട്. അപ്പോൾ ഈ MSCയുടെ അണ്ടറിലോട്ട് വരുന്ന ഒരു പുതിയൊരാൾ വരുവാണ്, ഒരു വിസിറ്റർ വരുവാണ്, നമ്മുടെ MSCയുടെ അണ്ടറിലല്ലാത്ത ഒരു പുതിയ വിസിറ്റർ വരുമ്പോൾ അവരുടെ ഡാറ്റാബേസും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അവരുടെ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ അവരുടെ HLRൽ പോയി അവരുടെ ഡാറ്റ മൊത്തം ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഡാറ്റനെ മൊത്തം നമ്മുടെ വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്ററിലോട്ട് കോപ്പി ചെയ്ത് വെക്കും. മനസ്സിലായോ? അപ്പോൾ അതൊരു വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ടെമ്പററി ആണ്. അതായത് പുതിയൊരാൾ വരുമ്പോൾ, ആ പുതിയൊരു വിസിറ്റർ വരുമ്പോൾ അയാളുടെ ഈ ഹോം ലൊക്കേഷൻ രജിസ്റ്ററിൽ നിന്ന് അയാളെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ്, അയാളുടെ റോമിങ്ങിൻ്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് മൊത്തം സ്റ്റോർ ചെയ്ത് വിസിറ്റേഴ്സ് ലൊക്കേഷൻ രജിസ്റ്ററിനകത്തോട്ട് വെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷൻ സെൻറ്റർ ആണ്. അതായത് ഫ്രോഡ് നെറ്റ്വർക്ക്സ് യൂസേഴ്സിനൊക്കെ നമ്മളെ ഒതൻറ്റിക്കേറ്റ് മീൻസ് ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഒതൻറ്റിക്കേഷൻ ചെയ്യും. ഓക്കെ, ഒതൻറ്റിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ സിം കാർഡിനെയും അത് ഒതൻറ്റിക്കേറ്റ് ചെയ്യും. അതിന് ഏതൊക്കെ അതിൻ്റെ യൂസർ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്യാം, അതിൻ്റെ ഡാറ്റ, അതിനകത്തുള്ള ഡാറ്റ മൊത്തം സേഫ് ഗാർഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓരോ യൂസേഴ്സിനും അവർക്ക് ആക്സസ് ഉള്ള ഡാറ്റയിലേക്ക് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒതൻറ്റിക്കേഷൻ സെൻറ്ററിൽ വരുന്നത്. അപ്പോൾ ഒതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് കുറേ അൽഗരിതംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒതൻറ്റിക്കേഷൻ സെൻറ്ററിലാണ് സൂക്ഷിക്കുക. അലോങ് വിത്ത് ദാറ്റ് ഒതൻറ്റിക്കേഷൻസ്, ഇപ്പോൾ സിമ്മിൻ്റെ ഒരു നമ്പർ ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്നത് ഒതൻറ്റിക്കേഷൻ സെൻറ്ററിലാണ്. ഓരോ സിം കാർഡിനെയും ഒതൻറ്റിക്കേറ്റ് ചെയ്യണതും അവരുടെ യൂസറിൻ്റെ ഐഡൻറ്റിറ്റി, ഇന്ന യൂസർ തന്നെയാണോ ഇത് യൂസ് ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഇപ്പം ലെവൽസ് ഉണ്ടാവും, ഡാറ്റ ലെവൽസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പെർമിഷൻസ് ഒക്കെ കൊടുക്കുന്നത് ഒതൻറ്റിക്കേഷൻ സെൻറ്ററാണ്. ഓക്കെ, അപ്പോൾ സേഫ് ഗാർഡ് ചെയ്യുക, യൂസറുടെ ഡാറ്റനെ സേഫ് ഗാർഡ് ചെയ്യുക, വെരിഫൈ ചെയ്യുക യൂസറിൻ്റെ ഐഡൻറ്റിറ്റീനെ. അലോങ് വിത്ത് ദാറ്റ് എൻഷുർ അപ്രോപ്രിയേറ്റ് ലെവൽ ഓഫ് ആക്സസ് കൊടുക്കുക ഓരോ യൂസേഴ്സിനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒതൻറ്റിക്കേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സേഫ് ഗാർഡ്സ്, നോർമലി സേഫ് ഗാർഡ് യൂസർ ഡാറ്റ, വെരിഫൈ യൂസർ ഐഡൻറ്റിറ്റി, നെറ്റ്വർക്ക്സിനെ, ഓരോ നെറ്റ്വർക്കിനെയും ഫ്രോഡിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒതൻറ്റിക്കേഷൻ സെൻറ്ററാണ്. ഓക്കെ, ഇനി എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയും. അതായത് നമുക്കറിയാം, നമ്മുടെ ഹാൻഡ്സെറ്റൊക്കെ ഇപ്പം ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടമാവുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ IMEI നമ്പർ വെച്ചിട്ടാണ് അത് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ആ മൊബൈലിൽ സ്റ്റോർ ചെയ്യണത് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്ററിൽ എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. ആ നെറ്റ്വർക്കിനകത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാവരുടെയും മൊബൈൽ ഐഡൻറ്റിറ്റി, മൊബൈലിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും ഡാറ്റാബേസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കോള് ഒരു ഫോൺ ഒരാൾ സ്റ്റോളൻ ചെയ്തു, അയാൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫർദർ അതിനകത്ത് കോൾസ് ഒന്നും വേറെ ആരും യൂസ് ചെയ്യാൻ പാടില്ല. അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ ആൾക്കാരുടെയും, എല്ലാ യൂസേഴ്സിൻ്റെയും ഡാറ്റാബേസസ്, അതായത് അവരുടെ IMEI നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. അലോങ് വിത്ത് ദാറ്റ് അവർ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കോൾസൊക്കെ ബ്ലോക്ക് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക, അതൊക്കെ ചെയ്യണത് എക്യുപ്മെൻറ്റ് ഐഡൻറ്റിറ്റി രജിസ്റ്റർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും രജിസ്റ്റേഴ്സാണ് ഇതിനകത്തുള്ള 4 ഡാറ്റാബേസ് ഉണ്ടായിരുന്നു. പിന്നെ നെറ്റ്വർക്ക് സബ്സിസ്റ്റത്തിനകത്ത് MSC ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ബ്ലോക്ക് ഡയഗ്രാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അലോങ് വിത്ത് ദാറ്റ് ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് GSMൻ്റെ അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ GSM സ്റ്റാൻഡേർഡ് ഇപ്പോൾ തന്നെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 അഡ്വാൻറ്റേജസും കൂടി എഴുതി വെക്കണം നല്ലതാണ്. ഒന്ന്, ഞാൻ ഇനീഷ്യലി പറഞ്ഞു 1990s ഇത് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അന്ന് ഡെവലപ്പ് ചെയ്ത സാധനം ഇന്ന് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ മെച്യൂർ സ്റ്റേജിലെത്തി. അതിനകത്ത് അന്നത്തിൽ നിന്ന് ഒത്തിരി അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ വന്ന് ഹയർ ടെക്നോളജീസ് ഒക്കെ ഇൻകോപ്പറേറ്റ് ചെയ്ത് അത് അതിൻ്റെ മെച്യൂർ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അതിന് ഓഫർ ചെയ്യാവുന്ന മാക്സിമം സർവീസസ് അത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഡാറ്റ, വോയിസ്,
സൈമിൾട്ടേനിയസ് ആയിട്ട് വോയിസും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. പിന്നെ കോമൺ സ്റ്റാൻഡേർഡാണ്. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത് അവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് അല്ല, യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ്. അത് ഏത് ഹാൻഡ്സെറ്റിൻ്റെ കൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഇന്ന ഹാൻഡ്സെറ്റ്സിന് മാത്രമാണ് GSM പറ്റുള്ളൂ എന്നല്ല, ഏത് ഹാൻഡ്സെറ്റിനും അതിന് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ പറ്റും. കമ്പാറ്റബിൾ ആണ്, വോയിസും ഡാറ്റയും സൈമിൾട്ടേനിയസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. വേൾഡ് വൈഡ് നമ്മൾ അക്സെപ്റ്റഡ് ആണ്. അത് തന്നെ മെച്യൂർ സ്റ്റേജിലായി. 90s തുടങ്ങിയ സാധനം എല്ലാ ഫീച്ചേഴ്സോടും കൂടെ അത് അതിൻ്റെ മെച്യൂർ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ റോമിംഗ് പോസിബിൾ ആണ്. അപ്പം ഇപ്പം അതുപോലെ തന്നെ സെക്യൂരിറ്റി ഉണ്ട്. നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്റ്റോർ ചെയ്ത ഇൻഫർമേഷൻസ് ഒക്കെ സെക്യൂർഡ് ആണ്. സിമ്മിൻ്റെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് GSMൻ്റെ അഡ്വാൻറ്റേജസ്. സെക്യൂർഡ് ആണ്, അതിൻ്റെ മെച്യൂർ സ്റ്റേജിലാണ്, വേൾഡ് വൈഡ് അക്സെപ്റ്റഡ് ആണ്, കോമ്പാറ്റബിൾ ആണ് ടു എനി ഹാൻഡ്സെറ്റ്സിന്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് GSMൻ്റെ അഡ്വാൻറ്റേജസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. GSM എന്താണ്, അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ലൈക്ക് അതിൻ്റെ ആർക്കിടെക്ചർ, പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ദിസ് ഈസ് ഓൾ അബൌട്ട് GSM. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ആർക്കിടെക്ചർ 1-2 പ്രാവശ്യം വരച്ചിട്ട് പോവാം. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ GSM. ഓക്കെ, താങ്ക്സ് ഫോർ ലിസണിങ്.